ഗുഡ് ഈവനിങ് ഓൾ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാഠഭാഗം എന്ന് പറഞ്ഞ ബേസിക് സയൻസിലെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള വ്യാധികൾ പടരാതിരിക്കാൻ എന്ന പാഠഭാഗമാണ്. എന്താണ് വ്യാധികൾ എന്ന് പറയുന്നത്? അതെ, വ്യാധികൾ, പകർച്ചവ്യാധികൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നമുക്കറിയാം, മഴക്കാലം വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എന്താണ്, മഴക്കാലം വന്നു കഴിഞ്ഞാൽ രോഗങ്ങൾ കൂടി കൂടി വരിക ചെയ്യാം. രോഗങ്ങൾ കൂടും, എല്ലാവർക്കും പനിയും ജലദോഷവും അത്തരത്തിലുള്ള എല്ലാവരും രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമായിട്ട് മഴക്കാലത്തെ നാം കണക്കാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മഴക്കാലത്ത് മാത്രമാണ് രോഗങ്ങൾ ഉണ്ടാവുക? അല്ല, മഴക്കാലത്തായാലും വേനൽക്കാലത്ത് എല്ലാ കാലങ്ങളിലും രോഗങ്ങളുണ്ട്. പക്ഷെ മഴക്കാലങ്ങളിൽ രോഗങ്ങൾ പൊതുവെ കൂടുതലായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ മലിനമായിട്ടുള്ള ജലവും മറ്റൊക്കെ ധാരാളം കെട്ടിക്കിടക്കുന്ന ഒരു സമയമാണ് മഴക്കാലം എന്ന് പറഞ്ഞാൽ. വേനൽക്കാലമായി കഴിഞ്ഞാൽ സൂര്യന്റെ പ്രകാശമേറ്റ് അങ്ങനെ വെള്ളമൊക്കെ ഉണ്ടാവും, വറ്റി പോവാനും ആ ഒരു അന്തരീക്ഷം മഴക്കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വേനൽക്കാലത്തെ അന്തരീക്ഷം ഒന്നുകൂടി അത്രത്തോളം മലിനമായ അന്തരീക്ഷം എപ്പോഴും മലിനമാണ്, എന്നാൽ കൂടി ഒന്നുകൂടി നല്ല അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ മഴക്കാലങ്ങളിലാണ് സാധാരണഗതിയിൽ രോഗങ്ങൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഓക്കെ, എല്ലാ രോഗങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. കാരണം നമ്മളെ വീട്ടിൽ ഒരാൾക്ക് ചെങ്കണ്ണ് ഉണ്ടായി, ആ ചെങ്കണ്ണ് ഒരു പക്ഷേ നമ്മുടെ വീട്ടിലൊരു ചെങ്കണ്ണ് ഉണ്ടായി, വീട്ടിലെ ഉപ്പാക്കാണ് ചെങ്കണ്ണ് ഉണ്ടായത്. 2 ദിവസം കഴിയുമ്പോൾ ഉമ്മാക്ക് ഉണ്ടാവും, പിന്നെ താഴെയുള്ള കുട്ടികൾക്കും മക്കൾക്കൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ഉമ്മാക്ക് തലവേദന ഉണ്ടായി, പക്ഷേ ഉപ്പാർക്കും തലവേദന ഉണ്ടാകുന്നുണ്ടായില്ല. അത്തരത്തില് പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്ത രോഗങ്ങൾ. അപ്പോൾ രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള രോഗങ്ങളാണ്. ചില രോഗങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും, ചില രോഗങ്ങൾ ഒരാളിൽ മാത്രമാണ് നിൽക്കുക. അത് അയാൾക്ക് ആ അസുഖം ഒരു 3-4 ദിവസം അസുഖം ഉണ്ടാവും, പിന്നെ അതിന് ആ അസുഖം അവിടെ അവസാനം. അല്ലാതെ വേറൊരാളിലേക്ക് അസുഖം ഉണ്ടാവുന്നില്ല, കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, അത്തരത്തിൽ ഏതെല്ലാം തരത്തിലാണ് അസുഖങ്ങളുള്ളത്, അസുഖങ്ങൾ എങ്ങനെയാണ് പകരുന്നത്, ആരൊക്കെയാണ് ഈ രോഗം പകരുന്ന രോഗാണുക്കൾ ആരൊക്കെയാണ്, പിന്നെ രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയെല്ലാം പ്രതിരോധിക്കും എന്നതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. വ്യാധികൾ പടരാതിരിക്കണം. ഈ ചിത്രത്തിൽ നോക്കൂ, ഈ ചിത്രത്തിൽ ഒരു കുട്ടിയെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മ കൊണ്ടുവന്നു. അതിൽ പറയുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞു പകർച്ചപ്പനിയാണ്, വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നോ അല്ലെ. ഡോക്ടർ എന്താണ് ചോദിക്കുന്നത്? ഡോക്ടർ പറഞ്ഞു പകർച്ചപ്പനിയാണ്, വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഒക്കെ പനിയുണ്ടോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നോ എന്ന് ചോദിച്ചു. അതിൽ അമ്മ പറയുന്നുണ്ട്, എനിക്കും ഇവന്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു. അതായത് ഇതിലെന്താ നമ്മൾ ചേച്ചിക്കും ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഇത് ഒരു തരം എന്തായിരിക്കാം, പകർച്ചപ്പനിയായിരിക്കാം. താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഈ കുട്ടിക്ക് പനി വന്നത് എങ്ങനെയായിരിക്കാം? അതെ, ഈ ക്വസ്റ്റ്യനിൽ ഇതിൽ നമുക്ക് പറയുന്നുണ്ട്, പനി പറഞ്ഞു ഇവന്റെ അച്ഛനും എനിക്കും ചേച്ചിക്കും ഉണ്ടായിരുന്നെന്ന് അമ്മ പറഞ്ഞു. അപ്പൊ ഒരു പക്ഷേ കുട്ടിക്ക് പനി വന്നത് ചേച്ചിയിൽ നിന്നോ അല്ലെങ്കിൽ അമ്മയുമായ സമ്പർക്കത്തിൽ വന്നതിന്റെ ഫലമായിട്ടായിരിക്കും ഈ കുട്ടിക്ക് പനി വന്നത്. മറ്റുള്ളവർക്ക് ഈ രോഗം പകരാതിരിക്കാൻ എന്തു ചെയ്യും? അതെ, നമുക്കറിയാം, ജലദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോമൺ ആയിട്ട് എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുന്ന രോഗമാണ് ജലദോഷം. ഇത്തരത്തിലും ഒരാൾക്ക് രോഗം ഉണ്ടായാൽ മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരുമായിട്ട് അകലം പാലിക്കണം അല്ലെ. അവർ യൂസ് ചെയ്ത ടവൽസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യാതിരിക്കണം. അവരുമായിട്ട് സമ്പർക്കം കുറക്കുക, അവരുമായിട്ടുള്ള സമ്പർക്കം കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കെയർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ചില പകർച്ചവ്യാധികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പടരാതെ നമുക്ക് പകരാതിരിക്കാം. ഓക്കെ, പിന്നെ രോഗങ്ങളുടെ പേരുകൾ നമുക്കറിയാം. കുറേ രോഗങ്ങൾ, നമ്മൾ ഇന്ന് രോഗങ്ങളുടെ ഒരു കാലം തന്നെ പറയാം. കുറേ രോഗങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടാവും. രോഗങ്ങളുടെ പേര് പറയാനാണ്. അപ്പൊ എന്തൊക്കെ രോഗങ്ങളാണ് നമുക്കറിയാം. മഞ്ഞപ്പിത്തമുണ്ട്, ഡെങ്കിപ്പനി, തലവേദന, ചിക്കൻ പോക്സ്, വസൂരി, ക്ഷയം, അങ്ങനെ ധാരാളം രോഗങ്ങൾ നമുക്കറിയാം. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള COVID-19 അഥവാ കൊറോണ, നിപ്പ, അങ്ങനെ കുറേ രോഗങ്ങൾ. ഇപ്പോ ദൈനംദിനം രോഗങ്ങൾ എന്താണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഓരോ ദിവസവും ഓരോരോ പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു ബോക്സിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇവിടെ പറഞ്ഞത്? പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്ത രോഗങ്ങളുണ്ട്. അപ്പൊ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എഴുതാം പകരുന്ന രോഗങ്ങൾ. ഇതിൽ 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പകരുന്ന രോഗങ്ങൾക്ക് ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം. അതുപോലെ തന്നെ മറ്റു പകരുന്ന രോഗങ്ങൾക്ക് എക്സാമ്പിൾ ആരൊക്കെയാണ്? കോളറ എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന ഒരു രോഗമാണ്. ഇപ്പൊ ആ രോഗം പൊതുവെ കുറവാണ്, കാരണം അതിന് പ്രതിരോധിക്കാനുള്ള ധാരാളം മാർഗങ്ങളും കാര്യങ്ങളും നമ്മൾ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ കോളറ എന്ന രോഗത്തെ നമ്മൾ മറികടന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ
ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തത്തിന്റെ വക ഇത് വേണ്ട. വേറെ നമുക്ക് വേറെന്താ? ഓക്കെ, എലിപ്പനി പറയാം അല്ലെ. ഇതൊക്കെ ജീവികളിൽ നിന്നുണ്ടാകുന്നതാണ്. ചില രോഗങ്ങൾ ഒരു ജീവിയിൽ നിന്നും മറ്റു ജീവികളിൽ നിന്നായിരിക്കും നമുക്ക് ഉണ്ടാവാം. ചിലത് വെള്ളത്തിലൂടെ ഉണ്ടാകും, ചിലത് മണ്ണിലൂടെ ഉണ്ടാകും, ചിലത് സമ്പർക്കത്തിലൂടെ. ഇങ്ങനെ പലതരത്തിലാണ് രോഗങ്ങൾ പകരുന്നത്. ഓക്കെ, ഇങ്ങനെ പകരുന്ന രോഗങ്ങൾ ധാരാളം രോഗങ്ങളുണ്ട്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, മുതിർന്നവരോട് ചോദിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ടേബിൾ വിപുലീകരിച്ച് നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പകരാത്ത രോഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം ഒരു കോമൺ ആയിട്ടുള്ള രോഗമാണ്. നമുക്കറിയാം, നമ്മുടെ വീടിന്റെ ചുറ്റുപാടും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 4ൽ 1 വീട്ടിൽ എന്താണ് ഒരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ടാക്കും. കാരണം ഇന്ന് ക്യാൻസർ അനിയന്ത്രിതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ ക്യാൻസർ എന്ന് പറഞ്ഞത് ഒരാൾക്ക് ഉണ്ടായെന്ന് വെച്ച് മറ്റൊരാൾക്ക് ഉണ്ടാവില്ല. കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യും ക്യാൻസർ വരുന്നത്. അതല്ലാതെ ഒരാളുടെ സമ്പർക്കത്തിൽ നിന്ന് വന്നില്ല എങ്കിൽ ക്യാൻസർ വരുന്നത്. അപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പകരാത്ത രോഗമാണ്. പിന്നെ പ്രമേഹം എന്താണ്? ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. പക്ഷെ പ്രമേഹം പകരാത്ത രോഗം എന്ന് നമുക്ക് പറയാം. പക്ഷെ ജനറ്റിക്കലി, അതായത് ഒരു തലമുറയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് പ്രമേഹം വരാനുള്ള ചാൻസ് എന്താണ്? കൂടുതലാണ്. നമ്മുടെ ഉപ്പാക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എന്താണ് പ്രമേഹം വരാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. കാരണം ആ ഒരു ജീൻ തന്നെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം കൺവേർട്ട് ചെയ്തിരുന്നത്. അതൊക്കെ ജനിതകപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പ്രമേഹം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കാലക്രമേണ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാം. അത് ജനിതകമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ നമ്മൾ ഒന്നും കൂടി ഈ രോഗങ്ങളെ കുറിച്ച് കൂടുതൽ രോഗങ്ങളുടെ വർഗീകരണ ശാസ്ത്രത്തിലേക്ക് നമുക്ക് പോകാം. പിന്നെ പകരാത്ത രോഗങ്ങൾ ഞാൻ പറഞ്ഞു, തലവേദന അല്ലെ. ഇത്തരമുള്ള വേദനകളും എന്തെന്നല്ല പകരുന്ന രോഗങ്ങളല്ല. തലവേദന, പല്ലുവേദന. ഓക്കെ, പല്ലുവേദന, ഒരാൾക്ക് പല്ലുവേദന ഉണ്ടായിരുന്ന വീട്ടിൽ എല്ലാവർക്കും പല്ലുവേദന ഉണ്ടാവില്ല അല്ലെ. അത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ എന്താണ്? പകരാത്ത രോഗങ്ങളാണ്. അതായത് ഒരാൾക്ക് ഉണ്ടായെന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് ഉണ്ടാവില്ല. അതാണ് പകരാത്ത രോഗങ്ങൾ. അപ്പൊ ധാരാളം പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും ഉണ്ട്. ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ അടുത്ത ക്ലാസ്സുകളിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുമ്പോൾ അഥവാ ചിലപ്പോൾ നിങ്ങൾക്ക് നെറ്റൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള രോഗങ്ങൾ കിട്ടും. അപ്പൊ അതിനെ കുറിച്ച് കൺഫ്യൂസ് ആകണ്ട. അങ്ങനെ എന്തെങ്കിലും രോഗങ്ങളെ കുറിച്ച് അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞിട്ട് ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരും. ഓക്കെ, ഇനി അടുത്തതായിട്ട് അതുകൊണ്ട് പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്ത രോഗങ്ങളുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ള ടോപ്പിക് രോഗങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. അതെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പകർച്ചവ്യാധി എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരുന്നു, അതാണ് പകർച്ചവ്യാധികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓക്കെ, ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണിത് പകർച്ചവ്യാധികൾ. അതായത് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മഞ്ഞപ്പിത്തം ഒരു പകർച്ചവ്യാധിയാണ്, കോളറ ഒരു പകർച്ചവ്യാധിയാണ്, ടൈഫോയിഡ് ഒരു പകർച്ചവ്യാധിയാണ്. കാരണം അത് ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എന്തുണ്ട് പകരുന്നുണ്ട്. അത്തരത്തിൽ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? പകർച്ചവ്യാധികൾ അഥവാ അതിനെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നും പറയും. ഓക്കെ, മഹാമാരികൾ, ഒരു മഹാമാരിക്ക് എക്സാമ്പിൾ ആണ്. അതിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. കൊറോണ ഉണ്ടായ സമയത്ത് നമുക്കറിയാം നമ്മളെല്ലാവരും ലോക്ക്ഡൌണിന്റെ ആയിരുന്നു, പുറത്തു പോകാൻ ഉണ്ടായില്ല. ഒരു അടിയന്തരാവസ്ഥ കാലം പോലെ തന്നെയായിരുന്നു കൊറോണയുടെ കാലത്ത്. കടകളിലൊക്കെ അടച്ചിടുന്നതിനോ എല്ലാം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ. ആ ഒരു കാലഘട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നിങ്ങൾ ഒരു പക്ഷേ ചെറിയ കുട്ടികളായിരിക്കും അല്ലെ. ഇപ്പൊ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ LKG-കളിലോ UKG-യിലോ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ കൊറോണ. അപ്പൊ ആ കൊറോണ വന്നതിന് ശേഷം കുറേ കാര്യങ്ങള് എന്താണ് ഒരു മഹാമാരി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് രാജ്യത്തിനെ അല്ലെങ്കിൽ ലോകത്തെ കവർന്നെടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ ആൾക്കാർ ഈ ഒരു കൊറോണന്റെ ഫലമായിട്ട് എന്താണ് മരണമടഞ്ഞിട്ടില്ലേ. കുറെ ആൾക്കാർ കൊറോണ കാരണം മരിച്ചിട്ടുണ്ട്. പിന്നെ കുറെ ആൾക്കാർക്ക് അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർ നഷ്ടപ്പെട്ടു. കുറേ പലതരം ബുദ്ധിമുട്ടുകൾ ഈ കൊറോണ കാരണം ലോകത്തിന് ഉണ്ടായിട്ടുണ്ട്. കൊറോണ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ മാത്രമല്ല കൊറോണ ഒതുങ്ങുന്നത്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അയൽവാസികളിൽ നിന്നും മറ്റു പ്രദേശങ്ങളിലേക്ക്, മറ്റു പ്രദേശങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്ന് ലോകമൊട്ടാകെ ഭൂഖണ്ഡങ്ങളിലേക്ക് വരെ കൊറോണ എന്ന മഹാമാരി എന്താണ് ചൈനയിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്.
ചൈനയിൽ നിന്നും കൊറോണ നമ്മുടെ ഇന്ത്യയിലെത്തി, ഇന്ത്യയിൽ നിന്നും കേരളത്തിലെത്തി, കേരളത്തിൽ നിന്നും മലപ്പുറം ധാരാളം ജില്ലകളിലേക്ക് എന്താണ് ഈ കൊറോണ വ്യാപിച്ചു വന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഈ കൊറോണ എന്ന് പറഞ്ഞ ചില്ലറക്കാരനല്ല. കാരണം അത് വന്നതിന് ശേഷം ലോകം മൊത്തത്തിലും എന്താണ് അത് എന്തായിട്ടുണ്ട്, പടർന്നു പിടിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അതായത് പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അഥവാ പാൻഡമിക് എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലാഗ്, COVID-19 തുടങ്ങിയവ. വസൂരി, ക്ഷയം, പ്ലാഗ് ഒക്കെ കുറെ കാലങ്ങൾക്ക് മുമ്പ്, 20കൾക്ക് മുമ്പ് അല്ലെങ്കിൽ 19ന്റെ അവസാനങ്ങളിൽ ഒക്കെയാണ് വസൂരി, ക്ഷയമൊക്കെ ധാരാളം. ഇതുപോലെ തന്നെ ഈ വസൂരി, ക്ഷയം കൊണ്ട് ആൾക്കാർ ബുദ്ധിമുട്ടിയിരുന്നു. ഇപ്പോ അതിനെതിരെ നമ്മൾ വാക്സിനുകളും പ്രതിരോധ മാർഗങ്ങളും എടുത്തതിനു ശേഷം നമുക്ക് അതിനെ റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൊറോണക്കെതിരെ നമുക്കറിയാം, കൊറോണക്കെതിരെ നമ്മൾ വാക്സിൻ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. കൊറോണക്കെതിരെ നമ്മൾ പ്രധാനമായിട്ടും ഏതൊക്കെ വാക്സിൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? കൊറോ കൊറോണക്കെതിരെ നമ്മൾ പ്രധാനമായിട്ടും കോവാക്സിൻ, കോവിഷീൽഡ്, സ്പുട്നിക് ഇനിയുണ്ട്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിലും ഇത് ഏതെല്ലാം രാജ്യങ്ങളാണ് വികസിപ്പിച്ചെടുത്തത് എന്ന് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക, കണ്ടെത്തി വരാം. ഓക്കെ, കോവാക്സിൻ എവിടെയാണ് വികസിപ്പിച്ചത്, സ്പുട്നിക് എവിടെയാണ്, കോവിഷീൽഡ് എവിടെയാണെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടെത്തണം. ഇത് കൂടാതെ മറ്റു കുറച്ച് വാക്സിനുകളുണ്ട്. ആ വാക്സിനുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പുസ്തകത്തിൽ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതെനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ് മഹാമാരി. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ എന്ത് പറയുന്നു, മഹാമാരി അഥവാ പാൻഡമിക്. അതിന് ഉദാഹരണമാണ് വസൂരി, ക്ഷയം, പ്ലാഗ്, COVID-19 എന്നിവ. എന്താണ്, രോഗമുള്ള ഒരാളുമായി ഇടപഴകുമ്പോൾ നമുക്കും ആ രോഗം വരാനുള്ള സാധ്യതയില്ലേ. ഞാൻ പറഞ്ഞു അല്ലെ, ഒരാൾക്ക് വീട്ടിലൊരാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ നമ്മളെ നോക്കും അല്ലെ. അപ്പൊ അതിന് ഫലമായിട്ട് ഉമ്മാക്ക് പനി വരും, ഉപ്പാക്ക് പനി വരും. അങ്ങനെ ഒരാളുമായിട്ട് ഇടപഴകുമ്പോൾ മറ്റൊരാൾക്കും രോഗം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എല്ലാ രോഗങ്ങളും അങ്ങനെയല്ല, പകരുന്ന രോഗങ്ങൾ മാത്രമാണ് അതിന്റെ സാധ്യതയുള്ളത്. പകർച്ചവ്യാധികൾ കാരണമാകുന്നത് എന്തായിരിക്കും? അതെ, ഞാൻ പറഞ്ഞു രോഗം ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരുന്നത്? അതിനും ഒരു കാരണം ഉണ്ടാവും അല്ലെ. അത്തരത്തിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരുന്നതിന് കാരണമാകുന്ന ആൾക്കാരാണ് എന്ത്, രോഗകാരികൾ അഥവാ അതിനെ പാത്തോജൻസ് എന്ന് വിളിക്കും. രോഗകാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ആൾക്കാരല്ല. നമ്മൾ പല്ലിനെയും പൂച്ചനെയും കോയിനെയും പോലെ രോഗകാരികൾ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ആൾക്കാരല്ല എന്ത്, രോഗകാരികൾ എന്ന്. സൂക്ഷ്മജീവികളാണവ. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ കാണപ്പെടുന്ന സൂക്ഷ്മജീവികളാണ് ഈ രോഗകാരികൾ. ആ രോഗകാരികളാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരുന്നതിന് കാരണമാകുന്നത്. ഓക്കെ, എന്താണ് രോഗകാരികൾ? കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു. അതെ, ബാക്ടീരിയ ഉണ്ട്, വൈറസ് ആൻഡ് ഫംഗസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും രോഗകാരികൾ എന്നത്. ഓക്കെ, ഇവർക്ക് എന്താണ്, രോഗങ്ങൾക്കും പകർച്ചവ്യാധികൾക്കും കാരണമാകും. അതുകൊണ്ട് ഇവയെ എന്ത് വിളിക്കുന്നു, രോഗകാരികൾ അഥവാ പാത്തോജൻസ് എന്ന് വിളിക്കുന്നു. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താണ് രോഗകാരി എന്നുള്ളത്, ആരെല്ലാമാണ് രോഗകാരികൾ എന്ന്, ആരെല്ലാമാണ് രോഗകാരികൾ? രോഗകാരികൾ ആരെല്ലാണ്? വൈറസ്, ഫംഗസ്, ബാക്ടീരിയ. ഈ ഇത്തരത്തിലുള്ള സൂക്ഷ്മ ജീവികളാണെന്ത്, രോഗകാരികൾ. ഇത്തരത്തിൽ രോഗം പകർത്തുന്ന ഈ ജീവികളെ അല്ലെങ്കിൽ ഈ സൂക്ഷ്മജീവികളെ നമ്മൾ എന്ത് വിളിക്കുന്നു, രോഗത്തിന് കാരണമാകുന്ന രോഗകാരികൾ എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് രോഗം, പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്ത രോഗങ്ങളുണ്ട്. അവർക്ക് കാരണമാകുന്ന ആൾക്കാരാണ് രോഗകാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കും വ്യാപിക്കുന്ന രോഗങ്ങളുണ്ട്. അത്തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ മഹാമാരി എന്ന് പറഞ്ഞു. അതിന് വളരെയധികം വലിയൊരു എക്സാമ്പിൾ ആണ് COVID-19. നമ്മളെല്ലാം അതിജീവിച്ചു പോയ കൊറോണ വൈറസ്.
കൊറോണ വൈറസ് മൂലമുണ്ടാകുന്ന COVID-19 അഥവാ കൊറോണ എന്ന് പറഞ്ഞ രോഗം. നമ്മൾ പറഞ്ഞത് ഈ ചിത്രത്തിൽ ഞാൻ പറഞ്ഞ ബാക്ടീരിയയുടെ ചിത്രമാണ്. ഈ ബാക്ടീരിയ റോഡ് ഷേപ്ഡ് ആണ്. ബാക്ടീരിയ അതിന്റെ ഷേപ്പ് ഡിഫറെന്റ് ഷേപ്പിൽ ബാക്ടീരിയ പ്രസന്റ് ചെയ്യുന്നത്. അതിന്റെ ബേസിൽ അതിന് ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, ജസ്റ്റ് ഒരു ബാക്ടീരിയ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു മൈക്രോസ്കോപ്പിക് ദൃശ്യമാണിത്. അടുത്തത് ഒരു വൈറസ് ആണ്. വൈറസിന്റെ മൈക്രോസ്കോപ്പിക് ദൃശ്യമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഫംഗസ് എന്ന് പറഞ്ഞാൽ പൂപ്പലുകളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പൂപ്പലുകൾ എവിടെയാണ് വരാറുള്ളത്? ഭക്ഷണം കേട് വന്നു കഴിഞ്ഞാൽ പൂപ്പൽ വരും അല്ലെ? ഭക്ഷണം കേട് വന്നു കഴിഞ്ഞാൽ പൂപ്പൽ വരും. പിന്നെ നമ്മൾ എവിടേക്കാണ് പൂപ്പലുകൾ കാണുക? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എവിടെയെല്ലാം പൂപ്പലുകൾ വരിക എന്നുള്ളത്? ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ അല്ലെ? ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് സാധാരണഗതിയിൽ പൂപ്പൽ വരിക. ഒരു സ്ഥലത്ത് നല്ലോണം ഈർപ്പം നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പൂപ്പൽ വരും. ഓക്കെ, ഈ പൂപ്പലുകൾക്ക് കാരണമാകുന്നത് ആരാണ്? ഫംഗസുകളാണ്. നമ്മൾ പറഞ്ഞു ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഒക്കെ നമുക്ക് രോഗം പരത്താൻ കാരണമാകും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി, നമുക്ക് ജീവിതത്തിലെ ഒരു നിത്യജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ആൾക്കാരാണ് ബാക്ടീരിയ ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, ഫംഗസ് ആയിക്കോട്ടെ. നമുക്കറിയാം മനുഷ്യന്മാരിൽ തന്നെ നല്ല ആൾക്കാരുണ്ടാവും, ചീത്ത ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ ബാക്ടീരിയയിലും വൈറസിലും ഫംഗസിലും നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളും വൈറസുകളും ഉണ്ട്, ദോഷകരമായിട്ടുള്ള ബാക്ടീരിയയും വൈറസുകളും ഉണ്ട്. ദോഷകരമായിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവ നമുക്ക് രോഗങ്ങൾ പരത്തും. എന്നാൽ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവയൊക്കെ നമ്മുടെ ജീവിതശൈലി, നമുക്ക് ഭക്ഷണം പാകം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അത് യൂസ്ഫുൾ ആണ്. ഏതെല്ലാം തരത്തിലാണത് നമ്മുടെ ഭക്ഷണത്തിലും മറ്റു ജീവിതശൈലിയിലും അത് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തും എല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകൾ ഉണ്ട്. നമ്മുടെ ആഹാരത്തിന്റെ ദഹനത്തിനും ആഗിരണത്തിനും എല്ലാം അവ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ദോശമാവ് പുളിപ്പിക്കുന്നത്, അതെ നമുക്കറിയാം. തലേന്നാണ് എന്ത് ചെയ്യുക, നമ്മളെ വീട്ടില് ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യും, ദോശക്ക് മാവ് അരച്ചു വെക്കും. രാവിലെ ആകുമ്പോഴേക്കും എന്താണ്, ദോശമാവ് പുളിച്ചിട്ടുണ്ടാവും. അമ്മ ദോശമാവില് പുളി ഇട്ടിട്ടാണോ ഉണ്ടാക്കുന്നത്? അല്ല. ഈ ദോശമാവ് പുളിപ്പിക്കാൻ കാരണമായത് ആരാണ്? ചിലയിനം ബാക്ടീരിയകളാണ്. ദോശ മാവ് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ അതിനെ റെഫ്രിജറേറ്ററിലല്ല എന്ത് ചെയ്യുക, സൂക്ഷിക്കുന്നത്. അത് നമ്മൾ പുറത്താണ് വെക്കുന്നത്. അതായത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ആ ഒരു താപനിലയിൽ അവിടെ റെസിസ്റ്റ് ചെയ്ത് വളരാൻ കഴിയുന്ന ബാക്ടീരിയകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള ബാക്ടീരിയകളാണ് എന്തിനു സഹായിക്കുന്നത്? ഈ ദോശമാവിനെ പുളിപ്പിക്കാൻ സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ബാക്ടീരിയ നമുക്ക് ഇവിടെ എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? ഈ ദോശമാവ് പുളിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് എന്താണ്, നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടാൻ സഹായിക്കും, ഈ ബാക്ടീരിയകൾ സഹായിക്കും. ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. നമുക്കറിയാം മണ്ണിൽ നമ്മൾ ധാരാളം വേസ്റ്റ്, നമ്മൾ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മണ്ണിൽ ഡെപ്പോസിറ്റ് ചെയ്യും. മണ്ണിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് അഴുകി പോകും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്കത് കാണില്ല. കാരണം എന്താ വെച്ചാൽ അതിനെ ചെറിയ ചെറിയ ഘടകങ്ങളായിട്ട് മണ്ണിന് ആവശ്യമായ രീതിയിൽ അതിന് എന്ത് ചെയ്യും, ന്യൂട്രിയൻസും മറ്റ് ഘടകങ്ങളൊക്കെ വലിച്ചെടുക്കാനും അതിന് ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റാനും ആര് സഹായിക്കും? ചില ഇനം ബാക്ടീരിയകളും ഫംഗസുകളും അതിന് സഹായിക്കും. ഓക്കെ, നമുക്കറിയാം ഈ ബാക്ടീരിയകളും ഫംഗസുകളും ഇതിനെ സഹായിക്കുന്നുവെന്ന് ബയോഗ്യാസ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് എത്രത്തോളം ഫെമിലിയർ ആണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ നിങ്ങളെ വീടുകളിൽ ഉമ്മമാരോടോ മറ്റൊക്കെ ചോദിക്കാം എന്താണ് ബയോഗ്യാസ്. അടുത്തുള്ള ബയോഗ്യാസ് പ്ലാന്റുകളും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. എന്താണ് ബയോഗ്യാസ്? നമുക്കറിയാം നമ്മളെ വീട്ടിലുണ്ടാകുന്ന കുറെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവും. നമ്മൾ അത് സാധാരണ നമുക്ക് പറമ്പിലെ തൊടുകളിലോ അല്ലെങ്കിൽ ചെടികൾക്കൊക്കെയാണ് എന്ത് ചെയ്യുക, ആ വേസ്റ്റ് കൊടുക്കാം. അതല്ലാതെ ഈ വേസ്റ്റ് കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം? ഒരു ഇന്ധനം ഉണ്ടാക്കാം. ഈ ബയോളജിക്കലി ആണ് നമ്മൾ എന്ത് ചെയ്യുക, ആ പ്രോസസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ ബയോഗ്യാസ് എന്ന് വിളിക്കും. അതായത് നമ്മളെ വീട്ടിലുണ്ടാകുന്ന ധാരാളം വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ എന്ത് ചെയ്യാണ്, ഗ്യാസ് ആയിട്ട് കണക്ട് ചെയ്യാണ്. അവിടെ കുറെ പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. ആ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഇങ്ങനെ ഒരു ഗ്യാസ്, ഇത് നമുക്ക് വേസ്റ്റ് നിന്ന് ഗ്യാസ് ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു പ്രോസസ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിന്റെ പേരെന്താണ്? ബയോഗ്യാസ് ആണ്. അത്രമാത്രം ഈ പറഞ്ഞത്. ഓക്കെ, നമ്മൾ പറഞ്ഞ അത്തരത്തിൽ അപ്പൊ ബാക്ടീരിയകൾ എന്താണ്, നമ്മൾ അതിന് സഹായിക്കുന്നുണ്ട് എന്ന് പറയും. ഇത് ഇനിയും ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ കൂടുതൽ
എക്സാമ്പിളുകൾ, അതായത് ഉപകാരികൾ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ബയോഗ്യാസ് നിർമ്മാണത്തിന് ബാക്ടീരിയകൾ സഹായിക്കുന്നുണ്ട്, ദോശമാവ് പുളിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. നമുക്കത് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പൊ ഒരുവിധം എല്ലാ വീടുകളിലും കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഹോളില് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നതുകൊണ്ടാണ് അവിടെ ഹോൾ ഉണ്ടാവുന്നത്. ബാക്കി പിന്നെ നമ്മൾ പിസ്സ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ മാവ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും പൊങ്ങി വരാനും വേണ്ടി നമ്മൾ എന്ത് ചേർക്കുന്നുണ്ട്, ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു തരം ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. അതും ഒരു തരം വൈറസ് ആണ്. ഈസ്റ്റ് വൈറസ് ആണോ ഫംഗസ് ആണോ, അതിന് കൺഫ്യൂഷൻ ആണ്, അടുത്ത ക്ലാസ്സിൽ പറയാം. ഒരു തരം ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ ദോശമാവ്, പിന്നെ സെക്കാരമൈസ് സെർവിയേസി എന്ന് പറഞ്ഞ ഒരു ഈസ്റ്റ് ആണ് അതിന് സഹായിക്കുന്നത്. അങ്ങനെ കുറെ ബാക്ടീരിയ ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, ഫംഗസ് ആയിക്കോട്ടെ, പല രീതിയിലും നമ്മൾ എന്തെങ്കിലും സഹായിക്കുന്നുണ്ട്. നമ്മൾ ദോശമാവ് പൊളിപ്പിക്കുന്ന കേസ് ഒന്നാണ്. പിന്നെ മാവ് പൊങ്ങി വരാനും സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റ് യൂസ് ചെയ്യുന്നു. ബേക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് അത് നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ ഓക്കെ. അങ്ങനെ ബാക്ടീരിയകൾ വളരെയധികം നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് എന്തുണ്ട്. പിന്നെ നമ്മൾ സൂപ്പർ ബഗ് എന്ന് പറഞ്ഞ ബാക്ടീരിയ, അതിലും ബാക്ടീരിയയുടെ ഒരു വകഭേദമാണ് പ്ലാസ്റ്റിക് കഴിക്കുന്ന ആൾക്കാർ, അല്ലെ. നമുക്കൊരു പ്ലാസ്റ്റിക് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് പ്ലാസ്റ്റിക്കിന്റെ കുമിഞ്ഞുകൂടൽ. അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ ബഗ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ബാക്ടീരിയകൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരം ചെയ്യുന്നുണ്ട്, അതിലേറെ ഉപദ്രവത്തിനും കാരണമാകുന്നുണ്ട്. ഓക്കെ ഓക്കെ ഇതെന്താണ്? ഫംഗസുകളുടെ ലോകം. ഫംഗസുകൾ, റൊട്ടിപ്പൂപ്പൽ. ഈ ഒരു പരീക്ഷണം നിങ്ങൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ തലേന്ന് ബ്രെഡ് കൊണ്ടുപോയി നമ്മൾ ക്ലാസ്സിൽ വെക്കും. 2-3 ദിവസത്തിന് ശേഷം നിരീക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നെങ്കിൽ എലിയുള്ള ക്ലാസ് റൂമുകളാണെങ്കിൽ എലി കൊണ്ടുപോയിട്ടുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ അതിലൊരു ഗ്രേഷ് കളറിൽ ഒരു പൂപ്പൽ പോലെ ഒരു പൊടി ഇങ്ങനെ അവിടെ വന്നിട്ടുണ്ടാവും. ആ പൂപ്പലുകൾ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആരാണ്? ഫംഗസുകളാണ്. അതാണ് ഫംഗസിനെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബ്രെഡ് അങ്ങനെ കൊണ്ടുവച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫംഗസിനെ കാണാൻ സാധിക്കും. മൈക്രോസ്കോപ്പിക് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ സ്ട്രക്ചർ എന്താണ് ഒന്നുകൂടി വൃത്തിക്ക് കാണാൻ കഴിയും. ഓക്കെ, ഫംഗസുകളും ഇതുപോലെ തന്നെ നമുക്ക് ഉപകാരമുള്ള ഫംഗസുകൾ ഉണ്ടാവും, ഉപകാരമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫംഗസുകളുമുണ്ട്. ഓക്കെ, എന്താ പറയുന്നത്? നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ. ഓക്കെ, ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എല്ലാവരുടെ വീടുകളിലും ഉണ്ടായിക്കോണമെന്നില്ല. ഒരു പക്ഷെ മഴക്കാലങ്ങളിൽ നമ്മൾ വസ്ത്രങ്ങൾ ശരിക്കും ഉണക്കാതെ എന്ന് കഴിഞ്ഞാൽ അതിന് എന്ത് വരാൻ ചാൻസ് ഉണ്ട്? കരിമ്പൻ വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് കാരണം ആരാണ്? ഫംഗസുകളാണ്. എന്നിവയെല്ലാം ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണെന്ത്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. ഈ 3 ആൾക്കാരും എന്താണ്? രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവി ഫംഗസുകളാണ്. കാൻഡിഡ, ഹിസ്റ്റോപ്ലാസ്മ, ക്രിപ്റ്റോകോക്കസ്. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ നാം ഭക്ഷണമാക്കുന്ന കൂൺ, അല്ലെ. നമുക്കറിയാം കൂണ് ചിലയിടങ്ങളിലൊക്കെ ഭക്ഷണമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. കൂൺ കൃഷിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ. ഒരു വ്യാവസായികപരമായിട്ട് വളരെയധികം വിളവ് ലഭിക്കുന്ന കാര്യം തന്നെയാണ് എന്ത് കൂൺ കൃഷി എന്ന് പറഞ്ഞത്. ഓക്കെ, എന്താ പറയുക, നാം ഭക്ഷണമായി കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത വളരെ വരെ എന്താണ്, അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത് മുതൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്രത്തോളം ഉണ്ട് ഉള്ളതാണ് എന്ത്? ഫംഗസുകളുടെ ലോകം എന്ന് പറഞ്ഞാൽ. ഇത്രയും ഫംഗസുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു രോഗങ്ങളുണ്ട്, രോഗങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും. എങ്ങനെയൊക്കെയാണ് ഈ രോഗങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്? നമ്മളെ വീട്ടില് നമ്മൾ പറഞ്ഞു രോഗം പകരുന്നതിന് രോഗാണുക്കളുണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, വൈറസ് ഉണ്ട്. വെറുതെ ബാക്ടീരിയയും ഫംഗസും വൈറസും ഒന്നും നമ്മളെ വീടുകളിൽ വരില്ല. വീടുകളിൽ ഉണ്ടാകുന്ന മലിനമായിട്ടുള്ള അന്തരീക്ഷം, ഇതുപോലെ തുറന്നിട്ട ആഹാരങ്ങൾ ഭക്ഷിക്കുന്ന സമയത്തൊക്കെയാണ് എന്ത് ചെയ്യുക, സാധാരണഗതിയിൽ രോഗങ്ങൾ പകരുക. ഓക്കെ, ഈ രോഗങ്ങൾ പകരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചത്, അല്ലെ. സൂക്ഷ്മജീവികളിലൂടെ രോഗങ്ങൾ ഉണ്ടാകാം. ഉണ്ടായ രോഗങ്ങൾ പകരുന്നത് എന്തിലൂടെയാണ്? കൊതുക്, ഈച്ച പോലുള്ള ജീവികളിലൂടെയാണ് എന്ത് ചെയ്യുക, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അതായത് പകർന്ന് പോവുക.
നമുക്കറിയാം ഈച്ചയിൽ എങ്ങനെ രോഗം ഉണ്ടാവും നമുക്കറിയാം. ഈച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന ആളാണ് ഈച്ച. ചിലപ്പോൾ നല്ല പ്രദേശങ്ങളിലേക്ക് പോകും, മലിനമായ പ്രദേശങ്ങളിലൊക്കെ പോയി ഇരിക്കും ഈച്ചകൾ എന്ന് പറഞ്ഞാൽ. അവർക്ക് ഫുഡ് എവിടെയാണ് കിട്ടുന്നത് അവിടെയൊക്കെ ഓല് പോകും. ഫുഡ് ചിലപ്പോൾ വൃത്തിഹീനമായ പ്രദേശങ്ങളിലെ വേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് വരെ ഓല് എന്ത് ചെയ്യാം, ഓല് ആഹാരമാക്കും. ആ സമയത്ത് അവരുടെ കാലുകളിൽ അവിടുത്തെ ആ വേസ്റ്റ് എന്ത് ചെയ്യും, വേസ്റ്റ് ആ ഓല കാലിന് ആയിട്ടുണ്ടാവും. അത് ഒരു പക്ഷെ നമ്മൾ വീട്ടിൽ ഏതെങ്കിലും തുറന്നിട്ട് ആഹാര പദാർത്ഥം ഉണ്ടെങ്കിൽ അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ വേസ്റ്റ് നമ്മുടെ ഫുഡിലും ആവും, അറിയാതെ ഫുഡിലായിട്ടുണ്ടാവും. വളരെ കുറഞ്ഞ എമൗണ്ട് ആയിട്ടുണ്ടാവുള്ളൂ, നമുക്ക് കാണാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല. എന്നാൽ കൂടി ഒരു പക്ഷെ ആ വേസ്റ്റിൽ ഏതെങ്കിലും ബാക്ടീരിയോ ഫംഗസോ വൈറസോ വളർന്നിട്ടുണ്ടാവും. ആ ഫംഗസ് ബാക്ടീരിയ എന്ത് ചെയ്യും, നമ്മുടെ ഫുഡുകളിലെത്തും. ആ ഫുഡ് കഴിക്കുന്നതിലൂടെ അതെന്തെയും നമ്മളിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ എന്താണ്, ഒരു രോഗിയായി മാറും. ഇപ്പൊ ഇവിടെ എന്താണ്, ഒരു പപ്പായ പറഞ്ഞിട്ട് പപ്പായ ഇതൊക്കെ തുറന്നിട്ടിക്കാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് അതിലൊരു ഈച്ച ഇരിക്കുന്നുണ്ട്. പിന്നെ പഴം പകുതി തൊലിച്ചു വെച്ച പഴമുണ്ട്, അത് നമുക്കറിയാം കൊത്തൽ വരും അല്ലെ. അവിടെ എന്താ പറയാ എനിക്കറിയില്ല, കൊത്തൽ ചെറിയൊരു തരം പ്രാണിയാണിത്, അങ്ങനെ വരും. അതുപോലെ തന്നെ ബത്തക്കയിലും ഈച്ചയും അങ്ങനെ മറ്റു പ്രാണികളൊക്കെ വന്നിരിക്കും. ആ ഭക്ഷണം നമ്മൾ കഴിക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഫലമായിട്ട് അവരിൽ നിന്ന് എന്ത് ചെയ്യും, നമുക്ക് രോഗം പകരും. പിന്നെ ഒരാൾ തുമ്മണ സമയത്ത് നമ്മൾ അവിടെ എടുത്ത് വന്നു നിന്നു, അതും എന്താണ്, അവരുടെ ആ തുമ്മലിൽ ആ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് അയാളിൽ നിന്ന് രോഗം പകരാം. അപ്പൊ തുമ്മുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യാ, വായ പൊത്തി വെച്ച് തുമ്മാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് പൊതുസ്ഥലങ്ങളിൽ. അതെന്ത് ചെയ്യാ, അപ്പൊ നമുക്ക് തന്നെ എന്ത് ചെയ്യാം, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരുന്നത് ഒരുപക്ഷെ സമ്പർക്കത്തിലൂടെയാണെന്ന് പറഞ്ഞത്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കരുതൽ ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയാം. രോഗിക്ക് ഒരു പക്ഷേ കരുതൽ ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അപ്പുറത്തുള്ള ഒരാൾക്ക് അത് വരാൻ കാരണം. അപ്പുറത്തുള്ള ആൾക്ക് ഈ രോഗിയുമായിട്ട് അനിയന്ത്രിതമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടു, അങ്ങനെയും എന്ത് ചെയ്യാം, രോഗങ്ങൾ പകരാം. ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും തൂവാല കൊണ്ട് മറക്കുന്നത് എന്തിനാണ്, അല്ലെ? ഞാൻ പറഞ്ഞു, അതായത് അവയിലുണ്ടാകുന്ന എന്തെങ്കിലും രോഗാണുക്കൾ എന്താണ് മറ്റു പരിസരത്തിൽ ഉണ്ടാകുന്ന സമീപവാസികൾക്കോ അത് ഓല ശരീരത്തിലേക്ക് അത് എത്താൻ ചാൻസ് ഉണ്ട്. അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഒക്കെ എന്താണ്, മൂക്കും വായും തൂവാല കൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് മറക്കണം എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം, കൊറോണ ഉള്ള സമയത്ത് നമ്മൾ എല്ലാവരും മാസ്ക് യൂസ് ചെയ്തു. എന്തിനാ മാസ്ക് യൂസ് ചെയ്യുന്നത്, മറ്റൊരാളുമായിട്ടുള്ള സമ്പർക്കം, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വായിലും ധാരാളം ബാക്ടീരിയകളും ഫംഗസുകളും വൈറസുകളും ഒക്കെ ബാക്ടീരിയകളൊക്കെ വളരുന്നുണ്ടാവും. നമ്മളെ വായിൽ നിന്ന് മറ്റൊരാളുടെ വായിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി നമുക്ക് എന്താണ്, മാസ്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് അവിടെ യൂസ് ചെയ്തിരുന്നത്. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുന്നത് എന്തിനാ, അതായത് ഭക്ഷണ സാധനങ്ങളിൽ മറ്റു ജീവികളൊക്കെ വന്നിരിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് എന്താണ്, രോഗങ്ങൾ പകരാൻ കാരണമാകും. അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഭക്ഷണ സാധനങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫ്ലോ ചാർട്ട് അഥവാ ആശയ ചിത്രീകരണം നോക്കാം. അത് നമുക്കിന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇതിൽ എന്താ പറയുന്നത്, സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും, എങ്ങനെയെല്ലാമാണ് സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്, അത് ഏതെല്ലാം വിധത്തിലൂടെയാണ് എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റില് എന്താ പറഞ്ഞത്, രോഗാണുവാഹകരിൽ നിന്നല്ലാതെ, അതായത് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിക്കല്ലാതെ, അല്ലെങ്കിൽ അത് രോഗാണുവാഹകരായിട്ടുള്ള, നമുക്കറിയാം കൊതുക്, ഈച്ച, മറ്റ് ജീവികൾക്കൊക്കെ എന്താണ്, കൊതുകിന്റെ ഈച്ചയെന്നൊക്കെ നമുക്ക് രോഗം അതായത് ഫംഗസിനെയും ബാക്ടീരിയനെയും ഒക്കെ വഹിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് ഈ കൊതുകും ഈച്ചയും പോലെ. അവരിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, രോഗം പകരാം. അത്തരത്തിലുള്ള ആൾക്കാരാണ് എന്ത്, രോഗാണുക്കൾ എന്ന് പറഞ്ഞത്. ഞാൻ ഇതിലൊരു ടോപ്പിക് ഇതിനു മുമ്പ് ഓക്കെ, ഇവിടെ തന്നെയാണ് പറയുന്നത്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ, അതായത് രോഗാണുവാഹകർ എന്ന് പറഞ്ഞാൽ രോഗാണുക്കളെ വഹിക്കുന്ന ആൾക്കാരാണ് രോഗാണുവാഹകർ. അവരിൽ നിന്ന് അല്ലാതെ എങ്ങനെയെല്ലാമാണ് രോഗങ്ങൾ പകരുന്നത്. മണ്ണിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, രോഗം പകരും. മണ്ണിലൂടെയുള്ള പകരുന്നതിന് എക്സാമ്പിൾ ആണെങ്കിൽ വിരശല്യം, അതുപോലെ ടെറ്റനസ് എന്നിവ. വായുവിലൂടെയാണെന്നുണ്ടെങ്കിൽ ക്ഷയം, COVID-19 എന്താണ്, വായുവിലൂടെയാണ് പകരുന്നത് അല്ലെ, അതുകൊണ്ടല്ലേ നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടിരുന്നതിന്. ഓക്കെ, വായുവിലൂടെ പകരുന്ന എക്സാമ്പിൾ ആണ്.
COVID-19. പിന്നെ അടുത്തത് ജലവും ഭക്ഷണവും വഴി ഇതിന് എക്സാമ്പിൾ ആണ്. ടൈഫോയിഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വയറിളക്കം. ഇനിയും ധാരാളം എക്സാമ്പിളുകൾ ഉണ്ട്. നിങ്ങൾ അത് കൂടുതൽ കണ്ടെത്തിയിട്ട് ഈ ഒരു ഫ്ലോ ചാർട്ട് വലുതാക്കണം. ഓക്കെ. പിന്നെ പറഞ്ഞ് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ. ഓക്കെ. ഇത് രോഗാണുവാഹകരിൽ നിന്ന് അല്ലാതെ എന്താണ്? മണ്ണിലൂടെ പകരം, വായുവിലൂടെ പകരം, ജലവും ഭക്ഷണവും വഴി പകരം. മണ്ണിലൂടെയാണെന്നുണ്ടെങ്കിൽ വിരശല്യം, ടെറ്റനസ്, വായുവിലൂടെ ക്ഷയം, COVID-19, ചിക്കൻ പോക്സ്, അങ്ങനെ ധാരാളം രോഗങ്ങളുണ്ട്. ചിക്കൻ പോക്സ്, COVID-19, ക്ഷയം. ജലവും ഭക്ഷണവും വഴിയാണെന്നുണ്ടെങ്കിൽ ടൈഫോയിഡ്, വയറിളക്കം, മഞ്ഞപ്പിത്തം. രോഗാണുവാഹകരിൽ നിന്നാണെന്നുണ്ടെങ്കിൽ രോഗാണുവാഹകരിൽ നിന്നാണെങ്കിൽ ഏതെല്ലാം രോഗങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. രോഗാണുവാഹകരായിട്ട് ഡെങ്കിപ്പനി പകരുന്നത് കൊതുക് വഴിയാണ്. അപ്പൊ കൊതുക് എന്താണ്? ഒരു രോഗാണുവാഹകരാണ് കൊതുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡെങ്കിപ്പനി പകരുന്നത് എന്ത് വഴിയാണ്? കൊതുക് വഴിയാണ്. പിന്നെ കൊതുക് വഴി ഉണ്ടാകുന്ന മറ്റു രോഗങ്ങളാണ് മന്ത്, ചിക്കൻ ഗുനിയ ഒക്കെ. ഇവിടെ ഈച്ച ഒരു രോഗാണുവാഹകരാണ്. ഈച്ച വഴി നമുക്ക് എന്തുണ്ടാവും? വയറിളക്കം ഉണ്ടാവും കേട്ടോ. ഫുഡ് പോയ്സണിങ് ആണ് വയറിളക്കം. അത് ഈച്ച വഴി നമുക്കുണ്ടാവാം. മനുഷ്യർ വഴി കുഷ്ഠമുണ്ടാവും, ചെങ്കണ്ണ് പറഞ്ഞവന്. പക്ഷികൾ വഴി പക്ഷിപ്പനി ഉണ്ടാവും. ഒക്കെ ഞാനിത് ഒരു പ്രാവശ്യം കൂടി പറയുന്നു. ക്ലിയർ. ഇതില് കണ്ടുപിടിക്കാനുള്ള ഭാഗങ്ങൾ ഞാൻ ഇന്നുകൂടി പറയാം. വായുവിലൂടെ പകരുന്നതും പറഞ്ഞു. വായുവിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്. വായുവിലൂടെ ക്ഷയം, COVID-19. അടുത്തത് ജലം, ഭക്ഷണം എന്നിവയിലൂടെ. ഇതൊക്കെ എന്താണ്? രോഗകാരികളിൽ നിന്നല്ല, അല്ലാതെ ഉള്ള സന്ദർഭങ്ങളിൽ നിന്ന്. വയറിളക്കം, മഞ്ഞപ്പിത്തം. ഇത് രോഗവാഹകരിൽ നിന്നല്ലാതെ നമുക്ക് വായുവിലൂടെ, ജലത്തിലൂടെ, മണ്ണിലൂടെ ഒക്കെ എന്താ രോഗം പകരാം. വായുവിലൂടെയാണെന്നുണ്ടെങ്കിൽ ക്ഷയം, COVID-19, ജലം, ഭക്ഷണം എന്നിവയിലൂടെയാണെങ്കിൽ വയറിളക്കം, മഞ്ഞപ്പിത്തം. മണ്ണിലൂടെ നമ്മൾ പറഞ്ഞു ടെറ്റനസ്. ഇനി അടുത്ത് ടെറ്റനസും വിരശല്യമൊക്കെ മണ്ണിലെ രോഗവാഹകരിൽ നിന്ന്. അപ്പൊ രോഗവാഹകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ക്ലാസ് ബോറിംഗ് ആവുന്നുണ്ടെങ്കിൽ പറയണം, കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ. അടുത്തത് എന്താണ്? ഓക്കെ, രോഗവാഹകര്. അതായത് രോഗവാഹകര് കൊതുക്, കൊതുക് വഴിയാണെങ്കിൽ ചിക്കൻ ഗുനിയ, ഓക്കെ സോറി, ചിക്കൻ ഗുനിയ, മന്ത്, ഡെങ്കിപ്പനി. ചിക്കൻ ഗുനിയ ഒക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. കാരണം ഒരുതരം പൊള്ളകൾ ശരീരത്തിൽ വന്നുകൊണ്ട് പനിക്കുന്ന ഒരു രോഗമാണ് ചിക്കൻ ഗുനിയ എന്ന് പറഞ്ഞാൽ. പിന്നെ ഈച്ച വഴി നമുക്ക് വയറിളക്കത്തിന് കാരണമാകും. ഇത്തരത്തിൽ ധാരാളം രോഗങ്ങൾ
ഉണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഇനിയും ധാരാളം രോഗങ്ങൾ കേട്ട് പരിചയമുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കൂടുതൽ രോഗങ്ങളെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക. രോഗങ്ങൾ എങ്ങനെയെല്ലാമാണ് പകരുന്നത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പൊ അതുവഴി നമുക്ക് ആ രോഗങ്ങൾ പകരാതിരിക്കാൻ എന്ത് ചെയ്യാം, മുൻകരുതൽ എടുത്തൂടെ? അത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത എന്താണ്? രോഗങ്ങൾ പകരുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെ. അതെ, രോഗങ്ങൾ പകരുന്നത് നമ്മൾ പറഞ്ഞു വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ് ഈ രോഗങ്ങൾ പകരുന്നത് എന്ന് പറഞ്ഞു അല്ലെ. രോഗാണുവാഹകരായ ഏതെല്ലാം ജീവികളാണ്? അപ്പൊ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പകരുന്നു പറഞ്ഞു. അപ്പൊ ഈ രോഗാണുക്കളെ വഹിക്കാനുള്ള ഒരു ആൾക്കാരുണ്ടാവും അല്ലെ, ആ വഹിക്കുന്ന ആൾക്കാരെ എന്ത് വിളിക്കും? രോഗാണുവാഹകർ എന്ന് വിളിക്കും. എന്താണ് രോഗാണുവാഹകർ? രോഗികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകളിൽ പെടും. ഓക്കെ, രോഗാണുവാഹകളിൽ പെടുന്ന ആൾക്കാരെ ആരൊക്കെയാണെന്നാ പറഞ്ഞത്? കൊതുകുണ്ട്, വവ്വാലുണ്ട്. നിപ്പ വവ്വാലിൽ നിന്നാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് എത്രത്തോളം കറക്റ്റ് ആണ് നമുക്ക് കൂടുതൽ അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ അതിന്റെ ഉത്ഭവം എന്നാണ് വവ്വാലാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ കൊതുക്, ഈച്ച, എലിച്ചെള്ള് ഇവയിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുക, സാധാരണഗതിയിൽ രോഗാണുവാഹകരായിട്ട് ഉള്ള ആൾക്കാരാണ് എന്ത്? കൊതുക്, വവ്വാൽ, ഈച്ച, എലിച്ചെള്ള് തുടങ്ങിയവ. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ എന്താണ് ഉൾപ്പെടും. നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് രോഗങ്ങൾ പകരം. മഴക്കാലങ്ങളിൽ പൊതുവെ രോഗങ്ങൾ കൂടുതലാണ്. അതിന് കാരണം ഞാൻ പറഞ്ഞു, പരിസരം മലിനമായി കിടക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ വളരെയധികം കൂടുതലാണ്. പിന്നെ കൊതുകുകൾക്ക് മുട്ടയിടാനുള്ള സാഹചര്യം മഴക്കാലങ്ങളിൽ കൂടുതലാണ്. ഒരു ചിത്രത്തിലേക്ക് നോക്കുക, ഒരു കുട്ടി മൂക്ക് പൊത്തിയിട്ട് പോകുകയാണ്. കാരണം അവിടെ വേസ്റ്റ് ഡംപ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നും ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റുമാണ്. അപ്പൊ അതൊക്കെ എന്താണ്, കാക്കകളും മറ്റു മൃഗങ്ങളൊക്കെ എന്താണ് കൊത്തി വലിച്ചിടണം. അപ്പൊ ഈ കൊത്തി വലിച്ചിടുന്ന ഫലമായിട്ട് അവിടെ എല്ലാം എന്താണ്, ഈച്ചകളും പ്രാണികളും ഒക്കെ വരികയാണ്. മറ്റു പ്രാണികളും ഈച്ചകളും വന്ന് ഒരു മലിനമായിട്ടുള്ള സാഹചര്യമാണ്. ഈ മലിനമായ സാഹചര്യത്തിലൂടെയാണ് ഈ കുട്ടി നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വല്ല ബാക്ടീരിയ വൈറസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഈ കുട്ടിയിലേക്ക് ശരീരത്തിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ്. അതുവഴി ഇവൻ എന്താവും, ഒരു രോഗിയാവാനും ചാൻസ് ഉണ്ട്. ഇതും അതുപോലെ തന്നെ എലികൾ ഇങ്ങനെ ചെയ്യുന്നതും എന്താണ്, ഇതൊക്കെ ഒരു വൃത്തിഹീനമായ സാഹചര്യമാണ്. ഇതൊക്കെ എന്താണ്, ഒരു അടച്ച ഒരു കണ്ടെയ്നേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക ഇത്തരത്തിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കൊതുകുകളാണ് വളരെ വലിയൊരു രോഗകാരികൾ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ പ്രധാനമുള്ള രോഗകാരികൾ എന്ന് പറഞ്ഞ കൊതുകുകളാണ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കൊതുക് വളരുന്നത് എന്നാണ് നമുക്കറിയാം. കൊതുകുകൾ വെള്ളമുള്ള സ്ഥലങ്ങളിലൊക്കെ, വെള്ളക്കെട്ടുകളിലും മലിനമായി കിടക്കുന്ന മദ്യങ്ങൾ നമ്മൾ ബാത്റൂമിന്റെ ബാക്കിലൊക്കെ ആണെങ്കിൽ സാധാരണഗതിയിൽ കൊതുകുകൾ വളരാം. മഴക്കാലമായി കഴിഞ്ഞാൽ കൊതുകുകളും എന്താണ് കൂടും. കാരണം മുട്ടയിടാനുള്ള സാഹചര്യം, വെള്ളത്തിലാണ് അവ മുട്ടയിടാനുള്ള സാഹചര്യങ്ങൾ അവിടെ കൂടും. വെള്ളം കെട്ടിക്കിടക്കും. അതിന്റെ ഫലമായിട്ട് എന്താണ്, മഴക്കാലങ്ങളിൽ കൊതുകുകൾ കൂടും. അങ്ങനെ എന്താണ്, രോഗങ്ങളും കൂടും. രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങൾ എഴുതുക. ഓക്കെ, രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യം പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈച്ച, നമുക്കറിയാം വൃത്തിഹീനമായിട്ടുള്ള പരിസരങ്ങളിലാണ് ഈച്ചയെ അന്ന് പ്രധാനമായിട്ടും ഉണ്ടാവുക. അതിന്റെ ഫലമായിട്ട് അവിടെ എന്താണ്, ധാരാളം ഈച്ചകൾ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഉണ്ടാവുക. പിന്നെ കൊതുക് സാധാരണഗതിയിൽ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് എന്താണ്, മുട്ടയിട്ട് വളരുന്നു. എലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതും വൃത്തിഹീനമായ സാഹചര്യങ്ങളിലെ വേസ്റ്റും എവിടെയാണോ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉള്ളത് അവിടെയൊക്കെ എലി ഉണ്ടാവും. പിന്നെ വൃത്തിഹീനമായിട്ടുള്ള പ്രദേശങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യും, അവ ചില വൃത്തിയുള്ള ഭക്ഷണം വൃത്തിയില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ എലിയും എന്താ മലിനമായിട്ട് ഭക്ഷണാവശിഷ്ടങ്ങൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ്, നമുക്ക് എലിയെയും കാണാൻ സാധിക്കും. ഓക്കെ, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ രോഗാണുവാഹകരെ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്ത് കണ്ടെത്തണം. ഒരു കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. വീടിന്റെ ചുറ്റുഭാഗത്തും വെള്ളക്കെട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, നമ്മൾ വെള്ളക്കെട്ടുകൾ അതിലെ വെള്ളം കളഞ്ഞ് അവിടെ വൃത്തിയായി സൂക്ഷിക്കുക. പിന്നെ ചിരട്ടകളൊക്കെ എപ്പോഴും കമഴ്ത്തി വെക്കുക. അത്തരത്തിൽ അടപ്പില്ലാത്ത ചെറിയ ചെറിയ പാത്രങ്ങളും ടിന്നുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ കമഴ്ത്തി വെക്കുക. അങ്ങനെ അലക്ഷ്യമായിട്ട് പാത്രങ്ങളൊക്കെ ഇട്ട് വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കാതിരിക്കുക. വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്ത് ചെയ്യുക, ഡ്രൈ ഡേ ആചരിക്കുക. അതായത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള മലിനമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും അതൊക്കെ നീക്കം ചെയ്യാം. അങ്ങനെ വൃത്തിയായിട്ട്
നമ്മൾ എന്ത് ചെയ്യും, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാം, നമുക്ക് ഈ രോഗങ്ങളെയൊക്കെ ചെറുത്ത് നിൽക്കാൻ സാധിക്കും. കൊതുകിനെ നിയന്ത്രിച്ചാൽ കുറേയേറെ രോഗങ്ങൾ തടയാമല്ലോ. കൊതുക് വളരുന്ന സാഹചര്യം നമ്മുടെ വീട്ടുപരിസരങ്ങളിൽ മാത്രം ഇല്ലാതാക്കി വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞു, ഒരു രോഗം പകരാൻ വ്യക്തി ശുചിത്വം മാത്രം പോരാ, എന്താണ്, സാമൂഹിക ശുചിത്വം കൂടി വേണം. നമ്മളൊരു വ്യക്തി നല്ല രീതിയിൽ നീറ്റായിട്ട് കുളിച്ചു ഒരുങ്ങിയൊക്കെ ഫുൾ കംപ്ലീറ്റ്ലി എന്താണ് അതിൽ പെർഫെക്റ്റ് ആയാൽ പോരാ. അയാൾ പോകുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിഹീനമായ സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അയാൾ വൃത്തിയായി നടന്ന എവിടെ കാര്യമുണ്ട്, ഇല്ല. ആ പ്രദേശം എന്താണ്, വൃത്തിയായിരിക്കണം. സമൂഹം വൃത്തിയായിരിക്കണം. വ്യക്തിയും വൃത്തിയായാൽ മാത്രമാണ് എന്ത് ചെയ്യുക, രോഗങ്ങളെ പൂർണ്ണമായി നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഈ കൊതുകും ഈച്ചയും തമ്മിലുള്ള ഒരു സംഭാഷണം എന്താണ് പറയുന്നത്? കൊതുക്, ഇവിടെ ഇനി രക്ഷയില്ല, മുട്ടയിടാൻ വരെ സ്ഥലം നോക്കണം. ഈച്ച എന്താ പറയുന്നു? ഈ പ്രദേശം വൃത്തിയുള്ളതാണ്, നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, ഈ കൊതുകായാലും ഈച്ചയായാലും അവരുടെ പ്രധാന ഹോബി എന്ന് പറഞ്ഞ വൃത്തിഹീനമായ സാഹചര്യങ്ങളാണ് അവരുടെ ജീവിതം. ആ ഒരു സാഹചര്യങ്ങൾ നമ്മുടെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ എന്താ, ഇവരും അവിടെ നിന്ന് കുറയും. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രോഗങ്ങളും കുറയും. ഓക്കെ, വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ, ഓടകൾ ശുചീകരിക്കൽ എന്നിവ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങളാണ്. ഓക്കെ, അതുപോലെ അതൊക്കെ നമുക്ക് വീടിന്റെ പുറത്ത് കൊതുകിനെ തടയാനുള്ള മാർഗങ്ങൾ അത്തരത്തിലൊക്കെ സ്വീകരിക്കാം. അതുകൂടാതെ നമ്മളെ വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ഒരു വല, കൊതുക് വല, പല രീതിയിലും ഇതിന് പറയും. ഇപ്പോൾ ഇതിന്റെ പുതിയ പുതിയ അപ്ഡേഷൻസ് ഉള്ള നല്ല നല്ല വേർഷൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് പഴയ കാലങ്ങളിലൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാണ്. അത് ഈ ഒരു ചെറിയ നെറ്റ് ആയിരിക്കും. അപ്പൊ നെറ്റിലൂടെ കൊതുകിന് പോകാൻ കഴിയാത്ത രീതിയിലുള്ള നെറ്റുകളാണ് അവരുണ്ടാകുക. കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ ശ്വാസം കിട്ടും ചെയ്യും. കൊതുകൾക്ക് എന്തായാലും അതിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അപ്പൊ ഒരു പരിധി വരെ കുഞ്ഞിനെ കൊതുക് കടിക്കുന്നതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, തടയാം. പിന്നെ നമുക്കറിയാം, ഈ ബാറ്റ് ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക്കൽ മെത്തേഡാണിത്. കറണ്ട് ഉപയോഗിച്ചിട്ട് വൈദ്യുതിയുടെ സഹായത്തോട് കൂടിയാണ് ഇവിടെ എന്ത് ചെയ്യുക, കൊതുകുകളെ അല്ലെങ്കിൽ ഈച്ചകളെയൊക്കെ കൊല്ലുന്നത്. ഇതും അതേപോലെ തന്നെ ഒരു ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട്, കറണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കൊതുകിനെ, നമുക്കറിയാം എല്ലാവർക്കും പറയുന്ന സാധനമാണ് അല്ലെ. അതേപോലെ ചന്ദനത്തിരി, ഇത്തരത്തിൽ കുറെ കെമിക്കൽസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൊതുകുകളെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വീടുകളിൽ യൂസ് ചെയ്യുന്ന മാർഗമാണ്. പിന്നെ മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗപ്പി എന്ന മീൻ ഉണ്ട്. ചെറിയ കുഞ്ഞു മീനുകളാണ്. ആ മീനുകളെ നമ്മൾ വളർത്തി കഴിഞ്ഞാലും ഒരു പരിധി വരെ എന്ത് ചെയ്യാം, കൊതുകുകളെ നശിപ്പിക്കാം. ഓക്കെ, കൊതുകടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം? അതെ, സന്ധ്യാസമയത്ത് എന്ത് ചെയ്യുക, വാതിലും ജനലൊക്കെ അടച്ചിടണം. ഈ വാതിലും ജനലും നമ്മൾ എന്ത് ചെയ്യുക, വൈകുന്നേരം ആകുമ്പോഴേക്കും വേഗം അടച്ചിടാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെയുള്ള മാർഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ വീട്ടിലെപ്പോഴും കരുതി വെക്കുക. അഥവാ കൊതുകുകൾ വന്നു കഴിഞ്ഞാൽ ഇതാക്കാൻ വേണ്ടിയിട്ട് വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും നമ്മുടെ വീടുകളിൽ ഇല്ല എന്ന് എന്ത് ചെയ്യാം, നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, ഡ്രൈ ഡേ ആചരിക്കലും ഒക്കെ എന്താണ്, കൊതുകുകടി കുറക്കാനുള്ള ഒരു മാർഗമാണ്. അടുത്തതായിട്ട് എന്താണ് ഈ ഒരു ടേബിളിൽ പറയുന്നത് നോക്കാം. ഞാൻ പറഞ്ഞു, രോഗങ്ങൾ പകരാതിരിക്കാൻ വ്യക്തി ശുചിത്വം മാത്രം പോരാ, പരിസര ശുചിത്വം കൂടി ആവശ്യമാണ്. ടേബിളിൽ എന്താ പറഞ്ഞു? ഓക്കെ, രോഗങ്ങൾ പടരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളുണ്ട്. അത്തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം എന്ന് നമ്മൾ എല്ലാ ഡോക്ടർമാരും നമ്മൾ പറയുന്നത്. തിളപ്പിച്ചാറിയ വെള്ളം, അതിൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ എന്താണ്, ബാക്ടീരിയനെ തിളപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ബാക്ടീരിയ നശിക്കും. അപ്പൊ എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ബാക്ടീരിയനെ ചത്ത ബാക്ടീരിയ അല്ലേ നമ്മൾ കഴിക്കുന്നത്, പക്ഷെ അതിനെന്തായിരിക്കും, ആ ബാക്ടീരിയക്ക് നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുക്കളെ കൊണ്ടുവരാനുള്ള കഴിവുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ രോഗാണുക്കളെ കുറക്കാം. ഭക്ഷണ സാധനങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കുക. അതിന്റെ ഫലമായിട്ട് കൊതുക്, ഈച്ച മറ്റുള്ള പ്രാണികളൊക്കെ എന്ത് ചെയ്യുക, ഭക്ഷണത്തിൽ ഇരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, പ്രിവെന്റ് ചെയ്യാം. പിന്നെ പഴങ്ങളും പച്ചക്കറികളൊക്കെ കഴുകി ഉപയോഗിക്കുക. കാരണം പഴങ്ങളും പച്ചക്കറികളും നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അതിന്റെ പഴങ്ങളും പച്ചക്കറികളും ഫലപുഷ്ടി ഉണ്ടാവാൻ വേണ്ടി അവർ ധാരാളം കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. രാസവളങ്ങളും യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ആ രാസവളങ്ങളൊക്കെ എന്താണ്, നമ്മുടെ ശരീരത്തിന് ഒരുപക്ഷെ ദോഷകരമായിട്ട് ബാധിക്കാം. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ ആഹാരപദാർത്ഥങ്ങളൊക്കെ നമ്മൾ പഴങ്ങളും പച്ചക്കറികളും നമ്മളെ കൈകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ധാരാളം കൈകളിലൂടെ പാസ് ചെയ്തിട്ടാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പൊ അവർക്കൊക്കെ രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രോഗം ഒരു പക്ഷേ ഈ ഭക്ഷണത്തിലൂടെ നമുക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലൊരു പച്ചക്കറിയോ അല്ലെങ്കിൽ പഴങ്ങളോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നല്ലവണ്ണം വെള്ളം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അതിനെ വാഷ് ചെയ്യുക. അപ്പൊ അതിന്റെ ഫലമായിട്ടും ഒരു പരിധി വരെയൊക്കെ എന്താണ്, രോഗാണുക്കളെ നമുക്ക് എന്ത് ചെയ്യുക, തടയാം. അടുത്തത് വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗം.
വായുവിലൂടെയും സമ്പർക്കത്തിലെയും പകരുന്ന രോഗങ്ങളെ നമുക്ക് എങ്ങനെ തടയാം? രോഗിയുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക, രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക. അതായത് നമ്മളൊരു രോഗിയെ കാണാൻ പോവുകയാണ്, സമ്പർക്കത്തിലൂടെ പകരുന്ന ഒരു രോഗമാണെന്ന് ഇരിക്കട്ടെ, നമ്മുടെ കൈകളിൽ മുറിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മുറി വഴി എന്ത് ചെയ്യുക, അണുക്കൾ പകരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മളൊരു വ്യക്തി ശുചിത്വം കീപ്പ് ചെയ്യണം. മുറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ആ മുറിയൊക്കെ നമ്മൾ വൗണ്ട് ചെയ്യുക, അതായത് മുറി ഇതാക്കാൻ വേണ്ടിയിട്ട് ബാൻഡേജോ മറ്റു കാര്യങ്ങളോ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മുറിക്ക് ആവശ്യമല്ല ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കണം. ഓക്കെ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ഒരു പരിധി വരെ സമ്പർക്കത്തിലുള്ള രോഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യുക, കുറക്കാം. മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ. ചെരുപ്പ് ഉപയോഗിക്കുക, ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക, മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. മണ്ണും ചെളിയും പുരണ്ട, നമ്മൾ മണ്ണിലും കളിക്കണം ചെളിയിലും കളിക്കണം, പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സോപ്പിട്ട് എന്ത് ചെയ്യണം, കൈകാലുകൾ കഴുകണം. കാരണം മണ്ണിലൊക്കെ ചെറിയ ചെറിയ ബാക്ടീരിയകൾ ഉണ്ടാവും. നമ്മൾ പറഞ്ഞ് ഫുഡിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബാക്ടീരിയകൾ തന്നെ, അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലരിൽ എന്താണ്, എല്ലാവരുടെ ശരീരവും ഒരുപോലെയല്ല ബാക്ടീരിയകളോടും വൈറസുകളോടും മറ്റു രോഗാണുക്കളോടും പ്രതിരോധിക്കുന്നുണ്ട്. ആ പ്രതിരോധത്തിന്റെ വ്യത്യാസത്തിൽ എന്ത് ചെയ്യുക, അത് രോഗം പകരാനൊരു സാഹചര്യം ഒരുക്കുക. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളെ, വായുവിലൂടെ സമ്പർക്കത്തിലൂടെ പകരുന്നവയെ, മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, നിയന്ത്രിക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്, പകർച്ചവ്യാധികളായിക്കോട്ടെ, രോഗങ്ങളും രോഗകാരികളും, മനുഷ്യരിലെ രോഗങ്ങളും രോഗകാരികളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഇത്ര പഠിച്ചാൽ മതി. അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ സസ്യങ്ങളിലൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളത് മൃഗങ്ങളിലും നമ്മൾ പറഞ്ഞ മൃഗങ്ങളില് ഓക്കെയാ, എന്തെല്ലാമാണ് പറഞ്ഞത്? പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്ത രോഗങ്ങളുണ്ട്, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, പിന്നെ ഏതെല്ലാമാണ് നമ്മൾ പറഞ്ഞത് പകരുന്ന രോഗങ്ങളായിട്ട്? ടൈഫോയിഡ്, ചിക്കൻ ഗുനിയ. പകരാത്ത രോഗങ്ങളായി ക്യാൻസർ, പ്രമേഹം, തലവേദന, പല്ലുവേദന എന്ന വേദനകളുണ്ട്. പിന്നെ മഹാമാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, മറ്റു രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ ഇതിനെന്ത് വിളിക്കും, മഹാമാരി എന്ന് വിളിക്കും. കോവിഡ് എന്ന് പറഞ്ഞ ഒരു മഹാമാരിയാണ്. ക്ഷയം, പ്ലാഗ്, അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. പിന്നെ രോഗകാരികൾ എന്ന് പറഞ്ഞാൽ രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മജീവികളായിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവയെ നമ്മൾ എന്ത് വിളിക്കും, രോഗകാരികൾ എന്ന് വിളിക്കും. പിന്നെ സൂക്ഷ്മജീവികൾക്ക് നമുക്ക് ജീവിതത്തിൽ രോഗങ്ങൾ പകർത്തുക മാത്രമല്ല, ദോഷമാവ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മാവ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും ഒക്കെ എന്ത് പൊങ്ങി വരാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം പാല് തൈരാകുന്ന ഒരു സന്ദർഭം ഉണ്ട് അല്ലെ. പാല് തൈരാകുന്നതും എന്താണ്, ലാക്റ്റിക് ആസിഡ് എന്ന ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയുടെ സഹായത്തോടു കൂടിയാണ് പാല് തൈരാകുന്നത്. ഇത്തരത്തിൽ നമ്മുടെ വീടുകളിൽ നടക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ എന്താണ്, ബാക്ടീരിയയുടെ സഹായത്തോടെ നടക്കുന്നു. അപ്പൊ അതിനുള്ള കൂടുതൽ എക്സാമ്പിളുകൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീടുകളിൽ ചോദിക്കുക, മറ്റുള്ളവരോട് ചോദിച്ച് കണ്ടെത്തി നിങ്ങളുടെ ശാസ്ത്ര പുസ്തകം എന്ത് ചെയ്യുക, വിപുലീകരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ ഫംഗസുകളുടെ ലോകം പറഞ്ഞു, രോഗകാരികളായിട്ടുള്ള ഫംഗസുകളുണ്ട്, അല്ലാത്തവയുണ്ട്. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ എന്നൊക്കെയാണ് രോഗകാരികളാണ്. പിന്നെ ഏതൊക്കെ തരത്തിലാണ് രോഗങ്ങൾ പകരുന്നത് നമ്മൾ പറഞ്ഞു. വൃത്തിഹീനമായ സാഹചര്യങ്ങളിലും മറ്റുമാണ് രോഗങ്ങൾ പകരുന്നതിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അടുത്ത ടോപ്പിക് ഓക്കെ, രോഗാണുവാഹകരിൽ നിന്നല്ലാതെ മണ്ണിലൂടെ അല്ലെങ്കിൽ വായുവിലൂടെ, ജലവും ഭക്ഷണവും വഴിയൊക്കെ എന്താണ് രോഗം പകരുക എന്ന് പറഞ്ഞു. മണ്ണിലൂടെയാണെന്നുണ്ടെങ്കിൽ വിരശല്യം, ടെറ്റനസ് ഉണ്ടാവും. വായുവിലൂടെയാണെന്നുണ്ടെങ്കിൽ ക്ഷയം, COVID-19, ചിക്കൻ പോക്സ് ഒക്കെ ഉണ്ടാവും. നിപ്പയും ഒരുപക്ഷെ വായുവിലൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം, കാരണം ഒരാളിൽ മറ്റൊരാളിലേക്ക് അതിലുപരി ജീവികളിൽ നിന്നാണ് അല്ലെ. ഓക്കെ, ഒരാളിൽ മറ്റൊരാൾക്ക് പകരുന്നത് കൊണ്ട് നിപ്പ വായുവിലൂടെ എന്ന് നമുക്ക് പറയാം, കാരണം നമ്മൾ മാസ്ക് ധരിക്കണം എന്ന് പറയാറുണ്ടല്ലേ. പിന്നെ ജലവും ഭക്ഷണവും വഴിയാണെന്നുണ്ടെങ്കിൽ ടൈഫോയിഡ്, വയറിളക്കം. രോഗാണുവാഹകരിൽ നിന്നാണെങ്കിൽ അത് കൊതുക് വഴി, ഈച്ച വഴിയൊക്കെ നടക്കും. കൊതുക് വഴിയാണെന്നുണ്ടെങ്കിൽ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മന്ത് എന്ന് പറഞ്ഞാൽ അത് അനോഫിലസ് മോസ്കിറ്റോ ഒക്കെ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഓരോ രോഗം പരത്തുന്ന വിവിധങ്ങളായിട്ടുള്ള കൊതുകുകളാണ്. ഓക്കെ, പിന്നെ ഈച്ച വഴിയാണെന്നുണ്ടെങ്കിൽ വയറിളക്കം, മനുഷ്യർ വഴി കുഷ്ഠം, ചെങ്കണ്ണ്, പക്ഷികൾ വഴി എന്തിന് കാരണമാകും, പക്ഷിപ്പനിക്ക് കാരണമാകും. പിന്നെ രോഗാണുവാഹകർ എന്ന് പറഞ്ഞ് രോഗകാരികളായ സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ജീവികളാണെന്ന് രോഗാണുവാഹകർ. അത് ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാലൊക്കെയാണ് പ്രധാനമായിട്ടുള്ള രോഗാണുവാഹകർ. പിന്നെ പരിസരം മലിനമാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്?
ഓക്കെ, നമ്മുടെ ചുറ്റുപാടിലെ പരസ്പരം മത്സരമാവുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഈച്ചയും കൊതുകും എലിയും ഒക്കെ വളരുന്ന സാഹചര്യങ്ങൾ, കൊതുകിനെ നിയന്ത്രിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കൊതുക് നിയന്ത്രണ മാർഗങ്ങൾ. പിന്നെ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന ഈ രോഗങ്ങളെ എങ്ങനെയെല്ലാം നമുക്ക് ശ്രദ്ധിക്കാം. പഴം പച്ചക്കറികളൊക്കെ എന്ത് ചെയ്യുക? കഴുകി ഉപയോഗിക്കുക. ഭക്ഷണ സാധനങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. വായുവിന്റെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണെങ്കിൽ അതിനെന്ത് ചെയ്യുക? രോഗികളുമായിട്ട് എന്ത് ചെയ്യുക? സമ്പർക്കം നമ്മൾ ഒഴിവാക്കുക. മാസ്ക് ഉപയോഗിക്കുക. വ്യക്തിശുചിത്വമൊക്കെ പാലിക്കുക. മണ്ണിലൂടെയും മലിനജലത്തിലൂടെയുമാണ് നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കുക. ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. ഇതെല്ലാം നമ്മൾ പറഞ്ഞത് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളും ആ രോഗങ്ങളെ എത്തരത്തിലെല്ലാമാണ് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ ഓക്കെ, ഞാൻ ഒരു ടോപ്പിക് അവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പറയും. ശുചിത്വ ശീലങ്ങൾ. ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിന് പരിസര ശുചിത്വം പോലെ പ്രാധാന്യമാണ് വ്യക്തി ശുചിത്വം, അല്ലെ? നമ്മുടെ വ്യക്തി ജീവിതം പരിസരവും വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമാണ് നമുക്ക് രോഗങ്ങളിൽ നിന്നും മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ഇവയിൽ നല്ല ആരോഗ്യശീലങ്ങൾ ഏതാണെന്ന് ടിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് വായിക്കാം. എന്താണ്? ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ. അത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഭക്ഷണത്തിന് മുമ്പും ശേഷവും നമ്മൾ എന്ത് ചെയ്യണം? കൈ കഴുകണം. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. ദിവസവും രാത്രി ആഹാരശേഷം പല്ല് തേക്കാറുണ്ട്. അത് ശരിയാണ്, അല്ലെ? പല്ല് തേക്കണം എന്നുള്ളത്. കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? പല്ല് തേക്കണം. കൈകാലുകളിലെ നഖങ്ങൾ വെട്ടാറില്ല. അതെന്താണ്? ഒരു വ്യക്തി ശുചിത്വമാണ്, അല്ലെ? വ്യക്തി ശുചിത്വം ഇല്ലാത്ത അവസ്ഥയാണ് എന്ത് ചെയ്യുക? കൈകാലുകളിൽ നഖങ്ങൾ വെട്ടാറില്ല എന്ന് പറയുന്നത്. ഞാൻ റോങ് ആയിട്ടുള്ളത് റെഡ് മാർക്കിങ് ചെയ്യാം, അല്ലാതെ ഞാൻ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ, അങ്ങനെയാണോ? അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെ? ഭക്ഷണത്തിന് ശേഷം അതിന് മുമ്പ് നമ്മൾ കൈകൾ കഴുകണം. ദിവസവും രാത്രി ആഹാരശേഷം പല്ല് തേക്കാറുണ്ട്, അല്ലെ? അതെന്താണ്? ശരിയായ ഒരു കാര്യം. പിന്നെന്താണ്? കൈകാലുകളിലെ നഖങ്ങൾ വെട്ടാറില്ല. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. എന്നും നമ്മൾ എന്ത് ചെയ്യുക? നഖങ്ങൾ വളർന്നു കഴിഞ്ഞാൽ അത് വെട്ടി സൂക്ഷിക്കണം. കാരണം അതിലൊക്കെ എന്താ ചെറിയ ചെറിയ ബാക്ടീരിയകളൊക്കെ വളരും. കാരണം നമ്മളത് ഫുഡിലേക്ക് ഇൻടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് മറ്റു രോഗങ്ങളിലേക്ക് കാരണമാകും. പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട്. നല്ലതാണ്, അല്ലെ? പണ്ടിൽ നമ്മൾ ചെരുപ്പിടാതെ നടക്കണം എന്ന് പറയും, പക്ഷെ ചെരുപ്പ് ഇടാതെ നടക്കുമ്പോൾ നമ്മൾ മറ്റു ബാക്ടീരിയകളൊക്കെ കാലിലെത്തും. അപ്പൊ നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്യണം. പൊതുവെ നമ്മൾ എന്ത് ചെയ്യും? ചെരുപ്പിട്ട് നടക്കാൻ സൂക്ഷിക്കും. പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. നിപ്പയുടെ പ്രധാന രോഗകാരണം നമ്മൾ പറഞ്ഞത് വവ്വാലുകൾ കടിച്ച പഴങ്ങൾ ഭക്ഷിച്ചു എന്നൊക്കെയാണ്. സോ അതുകൊണ്ട് പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കഴിക്കാൻ പാടില്ല. അതൊരു തെറ്റായ കാര്യമാണ്. തുറന്നു വെച്ച് വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല. ഓക്കെ, അത് നല്ലൊരു ശീലമാണ്. കാരണം തുറന്നു വെച്ച ആഹാരശീലങ്ങളിൽ എന്തുണ്ടാവും? ബാക്ടീരിയകളും ഫംഗസുകളും മറ്റു രോഗകാരികളായിട്ടുള്ള കൊതുക് ഈച്ചകളൊക്കെ ഉണ്ടാവും. സോ അത് കഴിക്കാത്തത് എന്താണ്? ഒരു നല്ല ശീലമാണ്. പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട്. എല്ലാ ദിവസവും കുളിക്കാറുണ്ട്, നല്ല കാര്യമാണ്. പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട്, അതൊരു മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. കാരണം അതൊരു വ്യക്തി ശുചിത്വത്തിനുപരി പരിസരത്തെ നശിപ്പിക്കുന്നതിന് ഒരു കാരണമാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട് ധാരാളം പോസ്റ്ററുകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ക്ലാസ്സുകളിൽ പ്രദർശിപ്പിക്കുക. അങ്ങനെ മത്സരങ്ങളൊക്കെ ഉണ്ടാക്കുക. കൂടുതൽ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ജനങ്ങളിലേക്ക് ബോധവൽക്കരിക്കാൻ എന്താണ് നമുക്ക് പോസ്റ്ററുകളൊക്കെ വളരെയധികം ഫലപ്രദമാണ്. ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുകളിലും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ പറയും. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.